ഹായ് എവ്രി വൺ, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കീ ഡിഫറൻസസ് ബിറ്റ്വീൻ റിസർച്ച് മെത്തേഡ് ആൻഡ് റിസർച്ച് മെത്തഡോളജി. നമ്മളെപ്പോഴും നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മളെപ്പോഴും റിസർച്ച് മെത്തേഡിന് സിനോണിമസ് എന്നുള്ള രീതിയിൽ റിസർച്ച് മെത്തഡോളജി എന്ന് പറയും, അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജിക്ക് പകരം നമ്മൾ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയും, ഇല്ലേ? പക്ഷേ റിസർച്ച് മെത്തേഡ് എന്ന് പറയണതും റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നതും രണ്ടാണ്. സോ നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി. റിസർച്ച് മെത്തേഡും റിസർച്ച് മെത്തഡോളജിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ദ ഫസ്റ്റ് വൺ, റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് മെത്തേഡ്സ് ആർ ദി മെത്തേഡ്സ് യൂസ്ഡ് ബൈ റിസർച്ചേഴ്സ് to collect data to conduct research on a particular research topic. എന്താ പറയണത്? റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ റിസർച്ച് ടോപ്പിക്കിൻ്റെ മീതെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റിസർച്ച് ടോപ്പിക്കിൻ്റെ മീതെ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ദാറ്റ് മെത്തേഡ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്? റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയണത്. ഒരു റിസർച്ചർ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ മെത്തേഡ്സാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യണത് അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയണത്. ദെൻ റിസർച്ച് മെത്തഡോളജി. റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു സോൾവ് ദ റിസർച്ച് പ്രോബ്ലം ആൻഡ് ടു റീച്ച് എ ന്യൂ കൺക്ലൂഷൻ. എന്താ പറയണത്? റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിസ്റ്റമാറ്റിക് വേ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. ഒരു റിസർച്ച് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനും അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് അപ്രോച്ചിനെയാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ഡിഫറൻസ് പറയണത് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് വേസ്. ദെൻ റിസർച്ച് മെത്തഡോളജി എന്ന് പറയണതോ ഒരു റിസർച്ച് പ്രോബ്ലത്തിന് കൺക്ലൂഷൻ ഡ്രോൺ ചെയ്യാൻ അല്ലെങ്കിൽ ആ റിസർച്ച് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള ദാറ്റ് സിസ്റ്റമാറ്റിക് വേ ആണ് റിസർച്ച് മെത്തഡോളജി. ഇനി സെക്കൻഡ് വൺ, രണ്ടാമത്തെ ഡിഫറൻസ് ആണ് പറയണത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി റിസർച്ച് മെത്തേഡ് ഈസ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ. റിസർച്ച് മെത്തേഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് പ്രോബ്ലത്തിന് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ക്വസ്റ്റിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അതാണ് റിസർച്ച് മെത്തേഡിൻ്റെ ഒബ്ജക്റ്റീവ്. റിസർച്ച് മെത്തഡോളജിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഡിറ്റർമൈൻ ദ സൊല്യൂഷൻ ബൈ അപ്ലൈയിങ് കറക്റ്റ് പ്രൊസീജിയേഴ്സ് ഓഫ് റിസർച്ച്. റിസർച്ച് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തണം ബൈ അപ്ലൈയിങ് കറക്റ്റ് പ്രൊസീജിയേഴ്സ്. കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ പോയി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ് അപ്ലൈ ചെയ്ത് റിസർച്ച് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, നമ്മുടെ ഒരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്യുക എന്നുള്ളതാണ് എന്തിൽ പറയണത്? റിസർച്ച് മെത്തഡോളജിയിൽ പറയണത്. ഇനി തേർഡ് വൺ എന്താ പറയണത്? റിസർച്ച് മെത്തേഡ്സ് ആർ useful to apply during the later stage of the research process. ഒരു റിസർച്ച് പ്രോസസ്സിൻ്റെ ലേറ്റർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി, അതായത് ഇനീഷ്യൽ സ്റ്റേജിലല്ല, കുറച്ചുകൂടി റിസർച്ചിൻ്റെ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? റിസർച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യണത്. കാരണം റിസർച്ചിൽ ആദ്യം നമ്മൾ ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ദെൻ ആ റിസർച്ച് പ്രോബ്ലത്തിന് സ്റ്റേറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു, അതിൻ്റെ നീഡ് റിക്വയർമെൻ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നു, ഹൈപ്പോതെസിസ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നടക്കുന്നത്. പക്ഷേ ഡാറ്റ കളക്ഷനും അനാലിസിസൊക്കെ അതിൻ്റെ റിസർച്ചിൻ്റെ ഒരു മിഡിൽ അല്ലെങ്കിൽ ഒരു ലേറ്റർ സ്റ്റേജിലാണ്, ലാസ്റ്റ് ഭാഗത്താണ് കണ്ടക്ട് ചെയ്യണത്. സോ റിസർച്ച് മെത്തേഡ്സ് നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യണത്? ഒരു റിസർച്ച് പ്രോസസ്സിൽ ലേറ്റർ സ്റ്റേജിലാണ്. റിസർച്ച് മെത്തഡോളജിയോ? റിസർച്ച് മെത്തഡോളജീസ് ആർ അപ്ലൈഡ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദി റിസർച്ച് ബീയിങ് കണ്ടക്റ്റഡ്. എന്താ പറയണത്? ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ റിസർച്ച് മെത്തഡോളജീസ് അപ്ലൈ ചെയ്യും. അതായത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് റിസർച്ച് മെത്തഡോളജി. അപ്പോൾ ഫ്രം ദി ബിഗിനിങ്, തുടക്കം മുതൽ റിസർച്ച് മെത്തഡോളജി അവിടെ അപ്ലൈ ചെയ്യുന്നില്ലേ? ഏതൊക്കെ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നു, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു, ഏതൊക്കെ പ്രാക്ടീസസ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നറിയാൻ. ഇനി നാലാമത്തെ ഫോർത്ത് പോയിന്റ് ആണ്, റിസർച്ച് മെത്തേഡ്സ് ആർ സ്മോൾ പാർട്ട് ഓഫ് റിസർച്ച് മെത്തഡോളജി.
ഈ റിസർച്ച് മെത്തഡോളജി എന്നുള്ളതിൻ്റെ ഒരു സ്മോളർ പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് റിസർച്ച് മെത്തേഡ്സ് വരുന്നത്. കാരണം റിസർച്ച് മെത്തഡോളജി തുടക്കം മുതലേ ഉണ്ട്. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള സിസ്റ്റമാറ്റിക് വേ ആണ്. ഏതൊക്കെ പ്രൊസീജിയേഴ്സ്, ഏതൊക്കെ മെത്തേഡ്സ്, ഏതൊക്കെ പ്രാക്ടീസസ് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ റിസർച്ചിൻ്റെ സ്ട്രക്ചറാണ് ഏതിൽ ചൂണ്ടിക്കാണിക്കുന്നത്, റിസർച്ച് മെത്തഡോളജിയിൽ. അപ്പോൾ റിസർച്ച് മെത്തേഡ് ഏതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്? റിസർച്ച് മെത്തഡോളജിയുടെ ഒരു സ്മോൾ പാർട്ടാണ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നതോ, റിസർച്ച് മെത്തഡോളജി ഈസ് എ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് അല്ലേ? ഒരു മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് അല്ലേ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്? കാരണം ഫ്രം ദി ബിഗിനിങ് ടു എൻഡ്, തുടക്കം മുതൽ ഒടുക്കം വരെ റിസർച്ച് മെത്തഡോളജി എന്തിൽ അപ്ലിക്കബിൾ ആണ്? ഒരു റിസർച്ച് പ്രോസസ്സിൽ അപ്ലിക്കബിൾ ആണ്. ഇനി ദ നെക്സ്റ്റ് വൺ, റിസർച്ച് മെത്തേഡ്സ് കൺസിസ്റ്റ് ഓഫ് വാരിയസ് ടെക്നിക്സ് where various studies and experiments are used to conduct research and reach an appropriate conclusion. റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റിസർച്ചിൽ വാരിയസ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ വാരിയസ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യും. അത്തരത്തിൽ എക്സ്പെരിമെൻറ്റുകളും സ്റ്റഡീസും കണ്ടക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് റിസർച്ച് മെത്തേഡ്. അതായത് നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് റീച്ച് ചെയ്യാൻ, ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ ഏതൊക്കെ എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ, സ്റ്റഡീസ് നടത്തുമ്പോൾ ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യും എന്നുള്ളതാണ് റിസർച്ച് മെത്തേഡ്സ് പറയണത്. ദെൻ റിസർച്ച് മെത്തഡോളജിയിൽ എന്താ പറയണത്? ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ റിസർച്ച് മെത്തഡോളജീസ് ആർ യൂസ്ഡ് applied during the initial stage of the research to explain the purpose of chosen methods and how they will serve its function. റിസർച്ച് മെത്തേഡിൽ പറയണത് ഏതൊക്കെ ടെക്നിക്കുകളാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ്സിന് സ്റ്റഡീസിന് യൂസ് ചെയ്യുന്നത് എന്ന്. മെത്തഡോളജിയിൽ എന്താ പറയണത്? ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്, ഇത്തരത്തിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, അതിൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫംഗ്ഷനെ സെർവ് ചെയ്യണത്. അതായത് റിസർച്ചിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, റിസർച്ച് പ്രോബ്ലത്തിനൊരു ഉത്തരം കണ്ടെത്തുക, ഒരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ എങ്ങനെയാണ് അത് സെർവ് ചെയ്യണമെന്നാണ് മെത്തഡോളജിയിൽ പറയണത്. ദെൻ ദ നെക്സ്റ്റ് വൺ, റിസർച്ച് മെത്തേഡ്സ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്. റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം, അതിനെ അനലൈസ് ചെയ്യാം. സോ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്ക് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? റിസർച്ച് മെത്തേഡ്സിൽ ഇല്ലേ? നമ്മൾ സർവേ ചെയ്യാം, അല്ലെങ്കിൽ ഒബ്സർവേഷൻ ആയിരിക്കാം, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാം. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പല രീതിയിലുള്ള ടെക്നിക്സ്, ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യാം. അതാണ് റിസർച്ച് മെത്തേഡ്സിൽ വരുന്നത്. അറ്റ് ദ സെയിം ടൈം റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജി ടു അച്ചീവ് ദ ഡിസൈഡഡ് ഒബ്ജക്റ്റീവ്. നമ്മൾ ഒരു റിസർച്ചിനൊരു പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയും ഇല്ലേ? ആ ഒബ്ജക്റ്റീവ്സ്, ഡിസൈഡഡ് ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ, അതിലേക്ക് എത്തിച്ചേരാനുള്ള ആ സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജിയാണ് റിസർച്ച് മെത്തഡോളജി. നേരെ മറിച്ച് റിസർച്ച് മെത്തേഡ് എന്താ? ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്കുകളാണ്. ഇനി ലാസ്റ്റ് വൺ എന്താ പറയണത്? റിസർച്ച് മെത്തേഡ്സ് encompasses of carrying out an experiment, survey, test and so on. ഒരു റിസർച്ചിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ, ഒരു റിസർച്ചിൻ്റെ ഒരു പ്രോബ്ലത്തിന് കൺക്ലൂഷൻ ഡ്രോൺ ചെയ്യാൻ നമ്മൾ എക്സ്പെരിമെൻറ്റുകൾ നടത്തും, സർവേ നടത്തും, ഹൈപ്പോതെസിസുകൾ ടെസ്റ്റ് ചെയ്യും ഇല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ടെക്നിക്കുകൾ, അത്തരത്തിലുള്ള മെത്തേഡുകളാണ് റിസർച്ച് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്നാൽ റിസർച്ച് മെത്തഡോളജിയിൽ എന്താ? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ എക്സ്പെരിമെൻറ്റ്സും സർവേസും ടെസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ആ ടെക്നിക്സുകളും അത് യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു പെർഫോമൻസിന് വിലയിരുത്തുന്നതാണ് റിസർച്ച് മെത്തഡോളജി. ഇപ്പോൾ ഒരു റിസർച്ച് നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുന്നുണ്ട്, ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, സർവേ നടത്തുന്നുണ്ട്, ഹൈപ്പോതെസിസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ടെക്നിക്കുകളാണ്. ആ ടെക്നിക്കുകൾ എന്തിനു യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്തരത്തിലാണ് ആ ടെക്നിക്കുകൾ നമ്മുടെ റിസർച്ചിനെ സെർവ് ചെയ്യുന്നതെന്നുള്ളതാണ് റിസർച്ച് മെത്തഡോളജിയിൽ പറയണത്. സോ നമ്മൾ ഇന്ന് നോക്കിയത് കീ ഡിഫറൻസസ് ബിറ്റ്വീൻ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നതോ ഫ്രം ദി ബിഗിനിങ് ടു എൻഡ്
ഒരു റിസർച്ച് പ്രോബ്ലത്തിന് കൺക്ലൂഷൻ ഡ്രോൺ ചെയ്യുന്നത് വരെയുള്ള ആ സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് റിസർച്ച് മെത്തഡോളജി. ദെൻ റിസർച്ച് മെത്തേഡിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. റിസർച്ച് മെത്തഡോളജിയിലോ കറക്റ്റ് പ്രൊസീജിയേഴ്സിലൂടെ പോയി സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ദെൻ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു റിസർച്ചിൻ്റെ ലേറ്റർ സ്റ്റേജസിലാണ് യൂസ് ചെയ്യുന്നത്. മെത്തഡോളജി എന്ന് പറയുന്നത് ഫ്രം ദി ബിഗിനിങ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജിയുടെ ഒരു ഭാഗമാണ്. റിസർച്ച് മെത്തഡോളജിയോ മൾട്ടി ഡയമെൻഷനലാണ്. ദെൻ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടെക്നിക്സുകളും എക്സ്പെരിമെൻറ്റ്സും ഒക്കെ കണ്ടക്ട് ചെയ്യലാണ്. റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ എക്സ്പെരിമെൻറ്റ്സും മെത്തേഡ്സും ഒക്കെ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ ആ മെത്തേഡുകളുടെ പർപ്പസ് എന്താണ്, ആ മെത്തേഡുകൾ എങ്ങനെ സെർവ് ചെയ്യണു, അതാണ് റിസർച്ച് മെത്തഡോളജിയിൽ പറയണത്. പിന്നെ റിസർച്ച് മെത്തേഡിൽ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്കുകളും റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ദാറ്റ് എൻറ്റയർ സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജിയാണ്. ദെൻ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റ്, സർവേ, ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ എക്സ്പെരിമെൻറ്റും സർവേയും ടെസ്റ്റുകളും ഒക്കെ അതെന്തിന് യൂസ് ചെയ്യുന്നു അതല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതാണ് റിസർച്ച് മെത്തഡോളജിയിൽ പറയണത്. അപ്പോൾ റിസർച്ച് മെത്തേഡ്സ് എന്താ, റിസർച്ച് മെത്തഡോളജി എന്താണെന്ന് നമ്മൾ പറഞ്ഞത് രണ്ടും രണ്ടാണ്. പക്ഷേ നമ്മൾ പല സ്ഥലങ്ങളിലും ഒരു സിനോണിമസ് എന്നുള്ള രീതിയിൽ പകരം വെക്കുന്നുണ്ട്. റിസർച്ച് മെത്തഡോളജിക്ക് പകരം റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ റിസർച്ച് മെത്തേഡ്സിന് പകരം റിസർച്ച് മെത്തഡോളജി എന്നൊക്കെ പറയാറുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസസ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സോഷ്യൽ സയൻസിലും അല്ലെങ്കിൽ സോഷ്യൽ സയൻറ്റിസ്റ്റുകളും റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. റിസർച്ച് എന്ന് പറയുന്ന ആ ടൂള് സോഷ്യൽ സയൻറ്റിസ്റ്റുകളും യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലും റിസർച്ചിന് എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറയണത് സോഷ്യൽ സയൻസിൽ റിസർച്ചിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോണത്. ദ ഫസ്റ്റ് പോയിന്റ്, ഗൈഡ് ടു സോഷ്യൽ പ്ലാനിങ്. റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ പ്ലാനിങ്ങിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഗൈഡ് ചെയ്യണത്? ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ സോഷ്യൽ റിസർച്ചിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു? സഫിഷ്യൻറ്റ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോബ്ലംസ് ആൻഡ് റിസോഴ്സസ് ഓഫ് പീപ്പിൾ. അതായത് നമ്മുടെ സൊസൈറ്റിയുടെ വർക്കിംഗ് എങ്ങനെയാണ്, നമ്മുടെ റിസോഴ്സസ് അതായത് പീപ്പിൾ എങ്ങനെയാണ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് നോളജൊക്കെ നമുക്ക് എന്തെന്ന് കിട്ടുന്നു? സോഷ്യൽ റിസർച്ചിൽ നിന്ന് കിട്ടുന്നു. സോ അത്തരത്തിൽ സോഷ്യൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ സോഷ്യൽ പ്ലാനിങ്ങിന് അതെന്താണ്? ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ് ടു സോഷ്യൽ പ്ലാനിങ്. മനസ്സിലാവുന്നുണ്ടോ? സോഷ്യൽ സയൻസിലും റിസർച്ചിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോഷ്യൽ സയൻറ്റിസ്റ്റുകളും റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു സോഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്ന് കിട്ടുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ വർക്കിംഗ് എങ്ങനെയാണ്, നമ്മുടെ സൊസൈറ്റിയുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, നമ്മുടെ നമ്മുടെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ റിസർച്ചിൽ സ്റ്റഡി ചെയ്യണത്. ഇത്തരത്തിൽ സോഷ്യൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, അതിന്ന് കിട്ടുന്ന ഡാറ്റ, അതിന്ന് കിട്ടുന്ന സഫിഷ്യൻറ്റ് നോളജ് എന്തിന് ഗൈഡ് ചെയ്യുന്നുണ്ട്? സോഷ്യൽ പ്ലാനിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താ പറയണത്? നോളജ് ടു കൺട്രോൾ. വാട്ട് യു മീൻ ബൈ നോളജ് ടു കൺട്രോൾ? നമ്മൾ പറഞ്ഞു സോഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് സഫിഷ്യൻറ്റ് നോളജ് കിട്ടുന്നുണ്ട്, സൊസൈറ്റിയിലെ പ്രോബ്ലംസിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഇൻഫർമേഷൻസ്, നമ്മുടെ സൊസൈറ്റിയുടെ വർക്കിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള പ്രൈമറി ഇൻഫർമേഷൻസ് നമുക്ക് നമ്മുടെ സൊസൈറ്റീനെ കൺട്രോൾ ചെയ്യാനുള്ള മോർ പവർ തരുന്നുണ്ട്. എന്താ പറയണത്? സോഷ്യൽ റിസർച്ച് പ്രൊവൈഡ്സ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഇൻഫർമേഷൻ അബൌട്ട് വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ വർക്കിങ്ങിനെ പറ്റിയിട്ട് പ്രൈമറി ഇൻഫർമേഷൻ സോഷ്യൽ റിസർച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനെ സഹായിക്കുന്നു? നമ്മുടെ പവർ, ഇറ്റ്സ് ഗീവ്സ് മോർ പവർ ടു കൺട്രോൾ. നമ്മുടെ സൊസൈറ്റീനെ കൺട്രോൾ ചെയ്യാൻ കൂടുതൽ അധികാരം എന്ത് തരുന്നു? ഇത്തരത്തിൽ സോഷ്യൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്നു. ഇനി തേർഡ് പോയിന്റ് പറയുന്നത് ബേസ് ഫോർ പ്രഡിക്ഷൻ. ഇൻ സോഷ്യൽ റിസർച്ച്, prediction of social facts
ആർ പോസിബിൾ. നമ്മൾ ചെയ്യും, ഒരു സോഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ സോഷ്യൽ ഫാക്ട്സുകളെ പ്രെഡിക്റ്റ് ചെയ്യില്ലേ മക്കളെ നമ്മൾ? അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ ഫാക്ട്സിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് സോഷ്യൽ ഗ്രോത്തിലേക്ക് ഗൈഡ് ചെയ്യാനും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നു. എന്താ പറയണത്? ഇൻ സോഷ്യൽ റിസർച്ച് prediction of social facts are possible. It helps as a guide to social growth on proper ways and leads to achieve objectives. നമ്മൾ നമ്മുടെ സൊസൈറ്റീനെ പഠിക്കുമ്പോൾ, സോഷ്യൽ റിസർച്ചുകൾ നടത്തുമ്പോൾ നമ്മുടെ സോഷ്യൽ ഫാക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ഇന്ന മാറ്റങ്ങളൊക്കെ വരാം, ഭാവിയിൽ ഇത്തരം ചേഞ്ചസുകളൊക്കെ വരാം എന്നൊക്കെ നമ്മൾ പഠിക്കില്ലേ, പ്രെഡിക്റ്റ് ചെയ്യില്ലേ? അപ്പോൾ അത്തരം പ്രഡിക്ഷൻസ് നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനും സോഷ്യൽ ഗ്രോത്തിനും സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ അല്ലെങ്കിൽ ഫോർത്ത് പോയിന്റ് പറയണത് അവോയ്ഡ് സോഷ്യൽ ഇവിൾസ്. അതായത് നമ്മുടെ സൊസൈറ്റീനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യണത്, അല്ലെങ്കിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ്, എന്തൊക്കെ ഇവിൾസ് ആണ് നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ലേ? അപ്പോൾ അത്തരം ഇവിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഡിസ്ക്ലോസ് ചെയ്യുന്നതും നമ്മുടെ സൊസൈറ്റിക്ക് നല്ലതല്ലേ? നമ്മുടെ സൊസൈറ്റിയുടെ ഗ്രോത്ത് അഷ്വർ ചെയ്യും, നമ്മുടെ സൊസൈറ്റിയുടെ പ്രോപ്പർ റണ്ണിങ് അഷ്വർ ചെയ്യും, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് അഷ്വർ ചെയ്യും ഇല്ലേ? അപ്പോൾ എന്താ പറയണത്? സോഷ്യൽ റിസർച്ച് എന്തിനു സഹായിക്കുന്നുണ്ട്? ഇത്തരത്തിലുള്ള സൊസൈറ്റിയുടെ ലിമിറ്റേഷൻസിനെ, ഡിസ്അഡ്വാൻറ്റേജസിനെ, ഇവിൾസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ ഡിസ്ക്ലോസ് ചെയ്യാനും അതിനെ തുടച്ചു നീക്കാനും സഹായിക്കുന്നുണ്ട്. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ആണ്, ലാസ്റ്റ് വൺ എന്താ പറയണത്? റെമഡിയൽ മെഷേഴ്സ്. എന്താ പറയണത്? റെമഡിയൽ മെഷേഴ്സ്. സോഷ്യൽ റിസർച്ച് ട്രൈസ് ടു പ്രൊവൈഡ് റെമഡിയൽ മെഷേഴ്സ് നെസസറി ടു സോൾവ് ദ സൊസൈറ്റൽ പ്രോബ്ലംസ്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ ഡിസ്ക്ലോസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അതിന് കൺക്ലൂഷൻസ് ഡ്രോൺ ചെയ്യാനും അതിനെ സോൾവ് ചെയ്യാനും ഒക്കെ എന്ത് സഹായിക്കുന്നു? സോഷ്യൽ റിസർച്ച് സഹായിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സയൻസിൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു ടൂളിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. നമ്മുടെ സൊസൈറ്റീനെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റീനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു, നമ്മുടെ സോഷ്യൽ ഇവിൾസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ അവോയ്ഡ് ചെയ്യാനും സഹായിക്കുന്നു. ദെൻ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പ്രോബ്ലത്തിന് റെമഡിയൽ മെഷേഴ്സ് എടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മുടെ റിസർച്ച് മെത്തേഡ്സും റിസർച്ച് മെത്തഡോളജിയും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ എന്തൊക്കെയാണെന്ന് സ്റ്റേറ്റ് ചെയ്തു. പിന്നെ പറഞ്ഞത് എന്താ? നമ്മുടെ റിസർച്ച് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ റിസർച്ച് എന്ന് പറഞ്ഞ ടൂളിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറഞ്ഞത്. ഓരോ ദിവസത്തെ നോട്ട്സുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് ടേക്ക് ഡൗൺ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.